الحمد لله رب العالمين وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما وأصلح لنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. اللهم اجعل عملنا كله صالحا واجعله لوجهك خالصا ولا تجعل فيه لأحد شيئا. أما بعد, സഹോദരങ്ങളെ, പ്രിയമുള്ള വിദ്യാർത്ഥികളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ ഹിജറ 8-ാം വർഷം നടന്ന മുഅ്ത യുദ്ധത്തെക്കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് ആദ്യം നമ്മൾ വിശദീകരിക്കുന്നത്. മുഅ്ത യുദ്ധം ഉണ്ടാകാനുള്ള കാരണം അൽ ഹാരിസ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു എന്ന സഹാബിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ദൂതനായി പറഞ്ഞയച്ചിരുന്നു. എന്നാൽ ബൽഖ എന്ന പ്രദേശത്തുള്ള ഒരു ഭരണാധികാരി ശുറഹ്ബീൽ ഇബ്നു അംർ അൽ ഗസ്സാനി, അയാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ദൂതനെ കൊലപ്പെടുത്തി കളഞ്ഞു. അത് അക്കാലത്ത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഭരണകൂടങ്ങൾ പരസ്പരം പുലർത്തി പോന്നിരുന്ന മര്യാദക്കും ധാരണക്കുമൊക്കെ തീർത്തും എതിരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇക്കാരണത്താൽ ഗസാസിന എന്നറിയപ്പെടുന്ന ഗസ്സാനികൾ എന്ന് പറയപ്പെടുന്ന നസ്രാനികളായ ആ ഭരണാധികാരികൾക്കെതിരിൽ ഒരു സൈന്യത്തെ ഒരുക്കുകയുണ്ടായി. 3000 ആളുകൾ, സൈനികർ ഈ സൈന്യത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മുസ്ലിമീങ്ങളുടെ സൈന്യത്തിൽ അക്കാലത്ത് ബദർ മുതൽ ഇങ്ങോട്ടുള്ള യുദ്ധങ്ങളിലുള്ള വലിയൊരു എണ്ണം സൈന്യം തന്നെയായിരുന്നു അത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സൈന്യത്തിന്റെ നേതാവായി നിശ്ചയിച്ചത് സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹുവിനെ ആയിരുന്നു. സെയ്ദ് ജീവിച്ചിരിക്കുന്ന കാലത്ത് സെയ്ദ് ഒരു സൈന്യത്തിലുണ്ട് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സെയ്ദിനെ അല്ലാതെ മറ്റാരെയും അമീറായി, സൈന്യത്തിന്റെ നേതാവായി നിയോഗിക്കാറുണ്ടായിരുന്നില്ല. നോക്കൂ നിങ്ങൾ, അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അമറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഗസ്വതി മുഅ്ത സെയ്ദ് ഇബ്നു ഹാരിസ. മുഅ്ത യുദ്ധത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൈന്യത്തിന്റെ നായകനായി സെയ്ദ് ഇബ്നു ഹാരിസയെ നിശ്ചയിച്ചു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നിട്ട് നബി പറഞ്ഞു, ഇൻ ഖുതില സെയ്ദുൻ ഫജഅഫർ, സെയ്ദ് എങ്ങാനും കൊല്ലപ്പെട്ടാൽ ഫജഅഫർ. പിന്നെ ആരാണ് സൈന്യത്തിന്റെ നേതാവായിരിക്കേണ്ടത്? പടത്തലവൻ ജഅഫർ ആയിരിക്കണം, ജഅഫർ ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു. വഇൻ ഖുതില ജഅഫർ, ഇനി ജഅഫറും കൊല്ലപ്പെടുകയാണ് എങ്കിൽ ഫഅബ്ദുല്ലാഹ് ഇബ്നു റവാഹ, അബ്ദുല്ലാഹ് ഇബ്നു റവാഹയായിരിക്കണം പടത്തലവൻ. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, കുൻതു ഫീഹിം ഫീ തിൽക്കൽ ഗസ്വ, അങ്ങനെ ഞാൻ ആ സൈന്യത്തിൽ ഒരംഗമായിരുന്നു. ഫൽതമസ്ന ജഅഫർ ഇബ്നു അബി താലിബ്, യുദ്ധത്തിനൊടുവിൽ ഞങ്ങൾ ജഅഫറിനെ അന്വേഷിക്കുകയാണ്. ഫവജദ്നാഹു ഫിൽ ഖത്ല, കൊല്ലപ്പെട്ടവരുടെ കൂട്ടത്തിലാണ് ജഅഫറിനെ ഞങ്ങൾ കണ്ടത്. വവജദ്നാ മാ ഫീ ജസദിഹി ബിദ്അൻ വതിസ്ഈന മിൻ തഅനത്തിൻ വറമ്യ, ജഅഫറിന്റെ ശരീരത്തിൽ 90-ൽ പരം കുത്തുകളും പരിക്കുകളും ഏറുകളും അമ്പേറും മറ്റും ഏറ്റതായ നിലയിലാണ് ജഅഫറിന്റെ ശരീരം ഞങ്ങൾ കണ്ടെത്തിയത്.
അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറെ പ്രിയപ്പെട്ട സഹാബിമാരാണ് ഈ യുദ്ധത്തിൻ്റെ പടത്തലവന്മാരായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ചത്. 3000 പേരുണ്ടായിരുന്ന മുസ്ലിമീങ്ങളുടെ സൈന്യത്തിൻ്റെ എതിരാളികളായി വന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത അത്രയും വലിപ്പമുള്ള ഒരു എതിർ സൈന്യമായിരുന്നു. ശുറഹ്ബീൽ ഇബ്നു അമർ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൂതനെ കൊലപ്പെടുത്തിയ അയാളുടെ സൈന്യമായി 100,000 പേർ വന്നു. അതുകൂടാതെ ആ സൈന്യത്തെ സഹായിക്കാൻ ഹെറഖൽ മറ്റൊരു 1,00,000 സൈന്യത്തെ കൂടി അയച്ചു. ഇങ്ങനെ ഈ 2 സൈന്യവും ഒരുമിച്ച് ചെയ്തു. 2,00,000 സൈനികർ എതിർപക്ഷത്ത്, മുസ്ലിമീങ്ങൾ 3000 പേർ. ഇങ്ങനെ കടൽ പോലെ ആർത്തിരമ്പി വരുന്ന ഒരു സൈന്യത്തെയായിരുന്നു മുസ്ലിമീങ്ങൾ മുഅ്ത യുദ്ധത്തിൽ നേരിടേണ്ടി വന്നത്. അത് നേരത്തെ അറിഞ്ഞുകൊണ്ടവർ പോയതല്ല. നേരത്തെ ഈ എണ്ണം മുസ്ലിമീങ്ങൾ പ്രതീക്ഷിച്ചതല്ല. മറിച്ച് യാത്ര പുറപ്പെട്ടതിനു ശേഷം ഏതാണ്ട് സൈന്യങ്ങൾ ഏറ്റുമുട്ടുന്ന സ്ഥലത്തോട് അടുത്തെത്തിയ സന്ദർഭത്തിനാണ് അവർക്ക് ഈ വിവരം ലഭിച്ചത്. പിന്നീട് ആ സൈന്യം മുന്നോട്ട് നീങ്ങുകയുണ്ടായി. എന്താണ് സംഭവിച്ചത്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ച ഈ പടത്തലവന്മാർ ഓരോരുത്തരായി കൊല്ലപ്പെടുകയുണ്ടായി. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ സൈന്യത്തിന്റെ വിവരം, സൈന്യത്തിൽ എന്ത് സംഭവിച്ചു എന്നത് അള്ളാഹുവിന്റെ വഹിയായിട്ടാണ് ലഭിച്ചത്. യുദ്ധത്തിന്റെ വാർത്ത യുദ്ധത്തിലെ ആരെങ്കിലും കൊണ്ടുവന്ന് കൊടുക്കുന്നതിന് മുൻപേ അള്ളാഹു റബ്ബുൽ ആലമീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി നൽകുകയുണ്ടായി. നിങ്ങൾ ഇമാം ബുഖാരി മറ്റും ഉദ്ധരിച്ച അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം. ആ സഹാബി പറയുകയാണ്, ഖതബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പ്രസംഗിച്ചു. ഫഖാൽ, ആ പ്രസംഗത്തിൽ പറഞ്ഞു, അഖദ റായത സെയ്ദുൻ ഫഉസീബ്, സെയ്ദ് ബിൻ ഹാരിസ പതാക എടുത്തു. ഫഉസീബ്, സെയ്ദ് കൊല്ലപ്പെട്ടു. ثم أخذها جعفر فأصيب, പിന്നെ ജഅഫർ അത് ഏറ്റെടുത്തു. ഫഉസീബ്, ജഅഫറും കൊല്ലപ്പെട്ടു. ثم أخذها عبد الله بن رواحة فأصيب, അബ്ദുല്ലാഹി ബിൻ റവാഹയും ആ പതാക ഏറ്റെടുത്തു. ശേഷം മൂന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അതേ തർത്തീബിൽ ഫൗസീബ്, അദ്ദേഹവും കൊല്ലപ്പെട്ടു. ثم أخذها خالد بن الوليد عن غير امرأة ففتح له, ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിക്കാതെ തന്നെ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ആ സൈന്യത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തു. നോക്കൂ നിങ്ങൾ, ഈ ഹുദൈബിയക്കും ഈ യുദ്ധത്തിനുമിടയിലാണ് ഖാലിദ് ബിൻ വലീദ്, അമർ ബിൻ ആസ് തുടങ്ങിയ സഹാബിമാർ ഇസ്ലാം സ്വീകരിക്കുന്നത്. ഖാലിദ് ബിൻ വലീദിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ വിശേഷിപ്പിച്ചത് കാണാം. ഹത്താ അഖദ സൈഫും മിൻ സുയൂഫില്ലാഹ്, അല്ലാഹുവിന്റെ വാളുകളിൽ ഒരു വാൾ. ഖാലിദ് ബിൻ വലീദ് എന്ന സഹാബിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ വിശേഷമാണ് സൈഫുല്ലാഹ്, സൈഫും മിൻ സുയൂഫില്ലാഹ്, അല്ലാഹുവിന്റെ വാളുകളിൽ ഒരു വാൾ. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ പറഞ്ഞ് ഏൽപ്പിക്കാതെ തന്നെ സന്ദർഭവശാൽ ആ സൈന്യത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കും. ഫഫുത്തിഹ ലഹ്, അദ്ദേഹത്തിന്റെ കയ്യാൽ ഫഫുത്തിഹ ലഹ്, ഫത്ഹുണ്ടായി, വിജയമുണ്ടായി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. എന്താണ് ആ യുദ്ധത്തിലെ വിജയം? ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മാ യസുറുന അന്നഹും ഇൻദന, ഈ കൊല്ലപ്പെട്ട സഹാബിമാർക്ക് അവരൊരിക്കലും ആഗ്രഹിക്കുന്നില്ല നമ്മുടെ അരികിലേക്ക് തിരിച്ചു വരണം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദുകളായി അവർക്ക് ലഭിച്ചത് ഉന്നതമായ പദവികളാണ്, അവർക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന പദവികളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഇത് പറയുമ്പോൾ വഅയ്നാഹു തദ്രിഫാൻ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബിയുടെ മകൻ എന്ന് നേരത്തെ വിളിക്കപ്പെട്ടിരുന്ന സെയ്ദാണ് കൊല്ലപ്പെട്ടത്. അതുപോലെ നബിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സഹാബിമാരിൽ ഒരാൾ ജാഫർ, നബിയുടെ പിതൃ സഹോദരന്റെ മകൻ ജാഫർ ബിൻ അബി താലിബ്. ജാഫർ അബ്സീനയിൽ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നെറ്റിയിൽ ചുംബിച്ചതും എന്നിട്ട് പറഞ്ഞതുമായ പ്രസിദ്ധമായ വാചകം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും.
والله ما أدري بأيهما أنا أسر بقدوم جعفر أم بفتح خيبر. ജാഫറിന്റെ നെറ്റിയിൽ ചുംബിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവാണ്, എനിക്കറിയില്ല ഏതിലാണ് ഞാൻ സന്തോഷിക്കേണ്ടത് എന്ന്. ഖൈബർ ജയിച്ചതിലോ ജാഫർ വന്നതിലോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട ആ സഹാബി, അദ്ദേഹം കൊല്ലപ്പെട്ടു. അതുപോലെ അബ്ദുല്ലാഹ് ഇബ്നു റവാഹ എന്ന സഹാബിയും, അദ്ദേഹം കവിയായിരുന്നു. സഹാബിമാരിലെ കവികളിൽ ഒരാളാണ് അബ്ദുല്ലാഹ് ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു. അദ്ദേഹം മൂന്നാമത് കൊല്ലപ്പെടുകയുണ്ടായി. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ സഹാബിമാരുടെ വേർപാടിൽ വലിയ പ്രയാസമുണ്ടായി എന്നാണ് ഇമാം ബുഖാരി മുസ്ലിമും ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്. ഇങ്ങനെയാണ്, ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ലമ്മ ജാഅ ഖത്ലു ഇബ്നു ഹാരിസ വജഅഫർ ഇബ്നു അബി ത്വാലിബ് വഅബ്ദുല്ലാഹ് ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹും ജലസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഅറഫു ഫീഹിൽ ഹുസ്ൻ. ഈ മൂന്ന് സഹാബിമാർ, സെയ്ദും ജഅഫറും പിന്നെ അബ്ദുല്ലാഹ് ഇബ്നു റവാഹി, മുഅ്ത യുദ്ധത്തിലെ മൂന്ന് പടനായകന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിച്ചവർ ആരൊക്കെയാണ്? സെയ്ദ് ഇബ്നു ഹാരിസ, ജഅഫർ ഇബ്നു അബി ത്വാലിബ്, അബ്ദുല്ലാഹ് ഇബ്നു റവാഹ. ആദ്യം ആരാണ് ഏൽപ്പിച്ചത്? സെയ്ദ്. അത് ഓർത്തെടുക്കുക, കാരണം സെയ്ദിനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പൊതുവെ സെയ്ദ് ഉള്ള കാലത്ത് സെയ്ദിനായിരുന്നു എല്ലാ സൈന്യങ്ങളിലും അമീറായി നിയമിക്കാറുണ്ടായിരുന്നു. ആദ്യം സെയ്ദാണ്, പിന്നെ ജഅഫർ, പിന്നെ അബ്ദുല്ലാഹ് ഇബ്നു റവാഹ. മൂന്ന് പേരും കൊല്ലപ്പെട്ട വാർത്ത അറിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ കാണുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കും, നബിയുടെ മുഖത്ത് ദുഃഖം തെളിഞ്ഞു കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് ദുഃഖം തെളിഞ്ഞു കാണാം. قالت عائشة وأنا أطلع من صائر الباب. ഞാൻ വാതിലിന്റെ പാളികൾക്കിടയിലൂടെ, വിടവിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബിയെ നോക്കിയിരിക്കുകയാണ്. ഞാൻ വീട്ടിന്റെ ഉള്ളിലാണല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്താണല്ലോ. فأتاه رجل. നബിയെ കാണാൻ ഒരാൾ വന്നു. فقال أي رسول الله. എന്നിട്ട് അയാൾ പറഞ്ഞു, ഓ അല്ലാഹുവിന്റെ റസൂലേ, ഇന്ന നിസാഅ ജഅഫർ വദക്കറ ബുകാഅഹുന്ന. അയാൾ ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലെ സ്ത്രീകളെ കുറിച്ച് പറയുകയാണ്. അവർ കരയുകയാണ്, അവർ കരഞ്ഞുകൊണ്ടിരിക്കുന്നു, അഥവാ ഒച്ചയിട്ട് കരയുന്നു എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഅമറഹു അൻ യൻഹഹുൻ. നബി അയാളോട് കൽപ്പിച്ചു, അവരോട് പോയി പറയുക, ഇങ്ങനെ കരയരുത് എന്ന് പറയുക. ഫദഹബ റജുൽ. അയാൾ പോയി. ثم أتى. വീണ്ടും വന്നു. എന്നിട്ട് പറഞ്ഞു, ഖദ് നഹൈതുഹുന്ന വദക്കറ അന്നഹു ലം യുതഅനഹു. വന്നിട്ട് എന്ത് പറയാണ്? സ്ത്രീകളോട് കരയരുത് എന്ന് ഞങ്ങൾ പറഞ്ഞു, പക്ഷെ അവർ കേൾക്കുന്നില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഫഅമറഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയ്ദൻ ഫദഹബ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും അത് തന്നെ പറഞ്ഞു, പോയി പറയൂ, കരയരുത് എന്ന് പറയുക. അയാൾ പോയി വീണ്ടും തിരിച്ചു വന്നു. എന്നിട്ട് പറഞ്ഞു, വല്ലാഹി ലഖദ് ഗലബ്നന. നബി അവർ പറഞ്ഞിട്ട് കേൾക്കുന്നേ ഇല്ല, നിങ്ങൾ പറയുന്നത് കേൾക്കുന്നേ ഇല്ല. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഈ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് പറഞ്ഞു, ഫഹ്തു ഫി അഫ്വാഹിന്ന മിന തുറാബ്. എന്നാൽ പിന്നെ അവരുടെ മുഖത്ത് മണ്ണ് വാരിയിട്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആയിഷ റളിയല്ലാഹു അൻഹ പറയും, ഇത് കണ്ടപ്പോൾ ഞാൻ ഉള്ളിൽ നിന്ന് സ്വയം പറഞ്ഞു, അർഹമല്ലാഹു അൻഫക്. ആ ആളെ കുറിച്ച് പറയുന്നു, എന്ത് പണിയാണ് ഈ ചെയ്യുന്നത്? ഫവല്ലാഹി മാ അൻത തഫഅൽ വമാ തറക്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ അന. നബി പറഞ്ഞ തൊട്ട് ചെയ്യാൻ നിങ്ങൾ കൊണ്ട് സാധിക്കുന്നില്ല. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷമത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിങ്ങൾ സമാധാനത്തിൽ ഇരിക്കാൻ അവസരം കൊടുക്കുന്നില്ല. വീണ്ടും വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അദ്ദേഹം ശല്യപ്പെടുത്തിയതിൽ ആയിഷ റളിയല്ലാഹു അൻഹക്ക് പ്രയാസം തോന്നുകയാണ്. ആ സമയത്താണ്, അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇസ്നഉ ലി ആലി ജഅഫറ തആമൻ. ജഅഫറിന്റെ കുടുംബത്തിന് നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക. ഫഖദ് അതാഹും അംറുൻ യശ്ഗലുഹും. അവർക്ക് അതിനൊന്നും തോന്നാത്ത രൂപത്തിലുള്ള പ്രയാസം വന്നെത്തിയിട്ടുണ്ട്. വീട്ടിൽ മരണം നടന്നാൽ പൊതുവെ ദുഃഖത്താൽ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കാനും അതുപോലുള്ള കാര്യങ്ങൾക്കും ഒന്നും സാധിക്കാതെ വരും. അതുകൊണ്ട് അവരുടെ ബന്ധുക്കളും അയൽവാസികളുമൊക്കെ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക എന്നത് നല്ല കാര്യമാണ്. അതേസമയം അവിടെ സദ്യയുടെ സദസ്സ് സംഘടിപ്പിക്കുക, ആളുകൾ അവിടെ പോയി തിന്നുക എന്താണ് സഹാബത്ത് പറയുന്നത്? നിയാഹത്തിന്റെ കൂട്ടത്തിൽ, ജാഹിലിയത്തിലെ അട്ടഹാസത്തിന്റെ കൂട്ടത്തിൽ, മരണാന്തര ചടങ്ങായി അവർ ചെയ്യാറുണ്ടായിരുന്ന അനാചാരങ്ങളുടെ കൂട്ടത്തിലാണ് ഞങ്ങൾ എണ്ണിയിരുന്നത് എന്നാണ്. അല്ലെ, 3-ന്റെ അന്ന്, അതുപോലെ വേറെ ചില ദിവസങ്ങളിൽ, ആണ്ട്, ഇതിനൊക്കെ മരണ വീട് ഭക്ഷണത്തിനുള്ള സ്ഥലമാക്കി മാറ്റി അവിടെ പോയി തിന്നുക, അവിടെ തിന്നാൻ വേണ്ടി പോവുക. അവിടെ മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യാനും മറ്റും ചെന്നാൽ ചിലപ്പോൾ പോയ ആളുകൾക്ക് എന്തെങ്കിലും വെള്ളമോ മറ്റോ ആളുകൾ
നൽകിയാൽ അത് ഈ പറഞ്ഞ തെറ്റിൽപ്പെടുകയില്ല. കാരണം ആ ഭക്ഷണം കഴിക്കാനല്ല ഈ പോയത്, ആ സദ്യയും അല്ലാതെ, മറിച്ച് അതല്ലാത്ത സന്ദർഭത്തിലും ആളുകൾ ചെയ്യുന്ന കാര്യമാണ്. അതേസമയം ഭക്ഷണത്തിന്റെ സദസ്സാക്കി അവിടെ മാറ്റി തിന്നാൻ വേണ്ടി ആളുകൾ അവിടെ പോവുക തെറ്റായ സംഗതിയാണ്, പാടില്ല. മറിച്ച് അങ്ങോട്ട് അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നോക്കൂ നിങ്ങൾ, മുസ്ലിമീങ്ങൾ അവരിലെ ഈ 3 പടത്തലവന്മാർ കൊല്ലപ്പെട്ടു. മുസ്ലിമീങ്ങൾ ഒരു സംശയവുമില്ല അവർ നേരിട്ടത് സുബ്ഹാനല്ലാഹ് വർണ്ണനകൾക്കപ്പുറത്തുള്ള ഒരു യുദ്ധമാണ്. 2 ലക്ഷം വരുന്ന എതിരാളികൾ. മുസ്ലിമീങ്ങൾ എത്ര പേരാണ്? 3000 പേർ. അവർ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത പോരാട്ടമാണ് ആ യുദ്ധത്തിൽ പോരാടിയത്. ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു പറയുന്നതായി ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ നമുക്ക് കാണാം. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ലഖദ് ദുഖ ഫീ യദി യൗമ മുഅത 9 അസ്യാഫ്. മുഅത യുദ്ധത്തിൽ എന്റെ കയ്യിൽ വെച്ച് 9 വാളുകൾ പൊട്ടിപ്പോവുകയുണ്ടായി. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. 9 വാളുകൾ പൊട്ടിപ്പോവുക. എന്തൊരു യുദ്ധമായിരിക്കും അത്. വസബറത് ഫീ യദി സഫീഹത്തുൻ ലി യമാനിയ. എന്നാൽ ഒരു യമനിൽ നിന്ന് കൊണ്ടുവന്ന അവിടെ ഉണ്ടാക്കിയ ഒരു വാൾ അത് എന്റെ കയ്യിൽ തന്നെ നിന്നു, അത് പൊട്ടിപ്പോയില്ലേ. 9 വാൾ പൊട്ടിപ്പോവുകയും. അത്രയും ഉജ്ജ്വലമായ യുദ്ധമാണ് മുസ്ലിമീങ്ങൾ ആ മുഅത യുദ്ധത്തിൽ നടത്തിയത്. പക്ഷെ യഥാർത്ഥത്തിൽ ഇത്രയും വരുന്ന സൈന്യത്തോട് അവരെ മുഴുവൻ തോൽപ്പിക്കുക, അവരെ ഒന്നാകെ നശിപ്പിക്കുക എന്നത് സാധ്യമായ കാര്യമല്ല എന്ന് ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു മനസ്സിലാക്കി. ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു മനസ്സിലാക്കി. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഒരു ദിവസം യുദ്ധം അവസാനിച്ച് പിറ്റേന്ന് ഉള്ള യുദ്ധം വന്നപ്പോൾ, യുദ്ധം എന്ന് പറഞ്ഞാൽ അത് കേവലം ഏതാനും മണിക്കൂറുകൾ കൊണ്ട് അവസാനിക്കുന്ന യുദ്ധമല്ല, മറിച്ച് ദിവസങ്ങൾ നീണ്ടുപോകും. അങ്ങനെ അദ്ദേഹം എന്തു ചെയ്തു? അദ്ദേഹം വലിയ യുദ്ധതന്ത്രജ്ഞനാണ് ഖാലിദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പിന്നെ ഉള്ള സമയത്ത് യുദ്ധത്തിൽ നിൽക്കുന്ന സൈനികരുടെ ഘടന ഒന്നാകെ മാറ്റിക്കളഞ്ഞു. മുന്നിലുള്ളവർ പിന്നിലേക്ക്, അങ്ങോട്ടുള്ളവർ ഇങ്ങോട്ടേക്ക്, ഇങ്ങനെ അങ്ങും ഇങ്ങും സൈന്യത്തെ ആകെ ശത്രുക്കളെ നേരിടുന്ന ഭാഗം മുഴുവൻ മാറ്റിക്കളഞ്ഞു. ഈ ശത്രുക്കൾ പിറ്റേന്ന്, ഇന്നലെ കണ്ട സൈന്യത്തെ അല്ല പിറ്റേന്ന് കാണുന്നത്. ആ സമയത്ത് അവർ വിചാരിക്കുകയാണ് എന്ത്, ഇവർക്ക് ഇങ്ങനെ വേറെ വേറെ ആളുകൾ ഇവരെ സഹായിക്കാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും വീണ്ടും പോഷക സൈന്യങ്ങൾ മുസ്ലിമീങ്ങൾക്ക് അവരുടെ സഹായത്തിന് വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് ശത്രുക്കൾ വിചാരിച്ചു. ഖാലിദ് റളിയല്ലാഹു അൻഹു ആ രൂപത്തിൽ തന്ത്രം പയറ്റി. എന്നിട്ട് എന്തു ചെയ്തു? ഖാലിദ് റളിയല്ലാഹു അൻഹു പിന്തിരിഞ്ഞ് ഓടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ശത്രുക്കൾക്ക് ഉറപ്പാണ് ഇവരാകെ കുറച്ചു പേരേ ഉള്ളൂ. ഈ കടൽ പോലെ വരുന്ന സൈന്യം ഒന്നാകെ വന്ന് പിന്നാലെ വന്ന് നശിപ്പിക്കും, ഉറപ്പാണത്. പിന്തിരിഞ്ഞോടിയാൽ അങ്ങനെ സംഭവിക്കും. യുദ്ധതന്ത്രത്തിന്റെ ഭാഗമായി പിന്നോട്ട് മാറുക എന്നത് യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടുന്ന തെറ്റിൽപ്പെടുകയില്ല. യുദ്ധതന്ത്രത്തിന്റെ ഭാഗമായി അങ്ങോട്ട് വേറെ വേറെ ഭാഗത്തേക്ക് മാറുക എന്നത്. മറിച്ച് യുദ്ധം നടന്നുകൊണ്ടിരിക്കെ ഒരാൾ അതിൽ നിന്ന് പിന്തിരിഞ്ഞോടുക, അത് സബുൽ മുബിഖാത്തിൽ വൻ പാപങ്ങളിൽപ്പെട്ട കാര്യങ്ങളിലൊന്നാണ്. ഖാലിദ് റളിയല്ലാഹു അൻഹു ഇതുപോലെ ചെയ്യുകയും എന്നിട്ട് പതുക്കെ പതുക്കെ സൈന്യത്തിന്റെ സ്ഥാനം പിന്നോട്ടേക്ക് നീക്കുകയും ചെയ്തു. അവർക്ക് മനസ്സിലാകാത്ത രൂപത്തിൽ, അവർക്ക് തന്ത്രമാണെന്ന് മനസ്സിലാകാത്ത രൂപത്തിൽ പിന്നോട്ടേക്ക് സൈന്യത്തെ നീക്കുകയുണ്ടായി. ചരിത്രത്തിൽ കാണാം, ആ സമയത്ത് ശത്രു സൈന്യം വിചാരിച്ചവരെന്തോ കുതന്ത്രം ഒപ്പിക്കുകയാണ്. ഇവർ പിന്നോട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് മറ്റെന്തോ കുതന്ത്രത്തിന് ഞങ്ങൾ എവിടെയെങ്കിലും കൊണ്ടുപോയി ചാടിക്കാനാണ്. ഇത് കണ്ടപ്പോൾ ആ സൈന്യവും പിന്നോട്ടേക്ക് മാറുകയുണ്ടായി. ഇങ്ങനെ യുദ്ധം അവസാനിച്ചു. ആ മുഅത എന്ന സ്ഥലത്ത് വെച്ച് നടന്ന യുദ്ധം അവസാനിച്ചു. മുസ്ലിമീങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് എത്തുകയുണ്ടായി. നോക്കണം നിങ്ങൾ, ഇത്രയും വലിയ സൈന്യത്തെ നേരിട്ടിട്ട് മുസ്ലിമീങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ കണക്ക് ആകെ 12 പേരാണ് എന്നാണ്. ഇബ്നു കസീർ പറയുന്നത് കാണുന്നു, അത്ഭുതമാണത്. 12 പേർ ആകെ കൊല്ലപ്പെട്ടത് ഈ ചെറിയ സൈന്യത്തിൽ. എന്നാൽ മുശ്രിക്കുകളുടെ കൂട്ടത്തിലാകട്ടെ കണക്കില്ലാത്ത സൈന്യമാണ് കൊല്ലപ്പെട്ടത്, കണക്കില്ലാത്ത ആളുകൾ. അത് ഖാലിദ് റളിയല്ലാഹു അൻഹു ആ വാക്കിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. 9 ആളുകൾ കയ്യിൽ പൊട്ടിപ്പോയി എന്നത്.
വാൾ വെറുതെ പൊട്ടുന്നതാണ് അല്ല, മറിച്ച് അതുകൊണ്ട് ആളുകളെ നേരിട്ടത് കൊണ്ടാണത് സംഭവിച്ചിട്ടുള്ളത്. ഇങ്ങനെ മുസ്ലിമീങ്ങൾക്ക് അത് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ യുദ്ധത്തെ ഹദീസിൽ വിശേഷിപ്പിച്ചത് എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഫത്ഹാണെന്നാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഫത്ഹാണെന്ന് വിശേഷിപ്പിച്ചു. അതുകൊണ്ട് അത് യഥാർത്ഥത്തിൽ ഫത്ഹ് തന്നെയാണ്. നോക്കൂ നിങ്ങൾ, ഇതാണ് മുഅ്ത യുദ്ധം. മുഅ്ത യുദ്ധം എന്ന് പറയുന്നത് ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു ഈ സൈന്യത്തെ ഈ രൂപത്തിൽ കൊണ്ടുപോവുകയും അവരെ സുരക്ഷിതരായി തിരിച്ച് മദീനയിൽ എത്തിക്കുകയും ചെയ്തു. മുസ്ലിമീങ്ങളുടെ യുദ്ധശേഷിയും അവരുടെ സൈനിക ശേഷിയും ഒക്കെ ശത്രുക്കൾക്കിടയിൽ അതേക്കുറിച്ച് അറിയാനും അവർക്ക് മുസ്ലിമീങ്ങളെ കുറിച്ച് ഭയമുണ്ടാകാനുമെല്ലാം യഥാർത്ഥത്തിൽ ഈ യുദ്ധം കാരണമായി. പിന്നീട് നസ്രാനികളുടെ സാമ്രാജ്യം, റോമൻ സാമ്രാജ്യം ഇസ്ലാമിലേക്ക് ഉമറിന്റെ കാലത്ത് വരുന്നതിന്റെ ഒരു ആമുഖമായിരുന്നു യഥാർത്ഥത്തിൽ ഈ മുഅ്ത യുദ്ധം. അതിന്റെ ഒരു തുടക്കമായിരുന്നു യഥാർത്ഥത്തിൽ ഈ മുഅ്ത യുദ്ധം എന്ന് പറയുന്നത്. ഇതുപോലുള്ള സംഭവങ്ങളിൽ ഒരിക്കലും മുസ്ലിമീങ്ങൾ ദുർബലരായിരിക്കുന്ന കാലത്ത്, ആയുധങ്ങളില്ലാത്ത കാലത്ത് കുറച്ചാളുകൾ പോയി എന്തെങ്കിലും എവിടെയെങ്കിലും കാട്ടിക്കൂട്ടുക, എന്നിട്ട് മുസ്ലിമീങ്ങൾക്ക് വലിയ നാശമുണ്ടാവുക, അതുപോലുള്ള കാര്യങ്ങൾക്ക് ഒരിക്കലും ഈ പറയപ്പെട്ട ചരിത്ര സംഭവങ്ങളിൽ യാതൊരു തെളിവുമില്ല. ഒന്ന്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭരണ നേതൃത്വമാണ് അവരെ യുദ്ധത്തിന് പറഞ്ഞയച്ചിട്ടുള്ളത്. ഭരണമില്ലാതെ, രാജാവില്ലാതെ, അധികാരമില്ലാതെ യഥാർത്ഥത്തിൽ യുദ്ധമില്ല. അതുകൊണ്ടാണ് നോക്കൂ നിങ്ങൾ, പരിശുദ്ധ ഖുർആനിൽ പഴയ കാലത്ത് ഉള്ള ഒരു വിഭാഗം മുസ്ലിമീങ്ങൾ അവരുടെ നബിയോട് ആവശ്യപ്പെട്ടു, ഇബ്അസ് ലനാ മലികൻ നുഖാതിൽ ഫീ സബീലില്ലാഹ്, ഒരു രാജാവിനെ ഞങ്ങൾക്ക് ഏർപ്പെടുത്തി തരൂ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞങ്ങൾക്ക് യുദ്ധം ചെയ്യാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക കാലഘട്ടത്തിൽ ഒരിക്കലും അവിടുന്ന് യുദ്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല, മറിച്ച് ഭരണമുണ്ടായപ്പോൾ മാത്രമാണ്. അതുപോലെ ഭരണമുള്ളപ്പോൾ മുസ്ലിമീങ്ങളായ ആളുകളെ യുദ്ധത്തിലേക്കും മറ്റും നയിക്കേണ്ടത്, അതിനവർക്ക് മാർഗനിർദ്ദേശം നൽകേണ്ടത് ഭരണാധികാരികളുടെ ഉത്തരവാദിത്തമാണത്. അവരെ സംബന്ധിച്ചിടത്തോളം അതിന് ശേഷിയുള്ളപ്പോൾ മാത്രമാണ് അത് അവർക്ക് ബാധ്യതയാകും. ശേഷിയുള്ള സന്ദർഭങ്ങളിൽ, പഴയ കാലത്ത് എണ്ണത്തിൽ സൈന്യങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട് എങ്കിലും അവരുടെ ആയുധങ്ങൾ ഏതാണ്ട് ഒരുപോലെയാണ്, ഒരേ ആയുധങ്ങളാണ്. ഇവരുടെ പക്കൽ കത്തിയും പിച്ചാത്തിയും വാളും കുന്തവും മാത്രം. ശത്രുക്കളുടെ കയ്യിൽ വലിയ ആളുകളെ, ഒരു വലിയ സംഘം ആളുകളെ ഒന്നിച്ച് തകർക്കാൻ സാധിക്കുന്ന വലിയ ബോംബുകളും അങ്ങനെയുള്ള അത്യാധുനിക ആയുധങ്ങളും ഇങ്ങനെ ഉണ്ടാവുക, ഒരു നിലക്കും പരസ്പരം താരതമ്യത്തിനു പോലും യോജിക്കാത്ത രൂപത്തിൽ ആയിത്തീരുക. ഇങ്ങനെയുള്ള സന്ദർഭം ഒരിക്കലും മുസ്ലിമീങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടാൻ പാടില്ലാത്ത സന്ദർഭമാണ്, പാടില്ലാത്ത സംഗതിയാണ്. വലിയ നാശം തിരിച്ച് മുസ്ലിമീങ്ങൾക്ക് ഉണ്ടാകാനാണ് അത് കാരണമാവുന്നത്. അതുകൊണ്ട് ചരിത്രവും അതിലെ പാഠങ്ങളും നമ്മൾ യഥാവിധി മനസ്സിലാക്കണം. ആളുകൾ പൊതുവെ ആവേശം എന്ന് പറയുന്നത് ആളുകൾക്ക് കൂടുതലായിരിക്കും, അറിവാകട്ടെ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പേര് നമ്മൾ സംസാരിക്കുമ്പോൾ പ്രത്യേകിച്ച് നമുക്കറിയാത്ത, നമ്മുടെ ബുദ്ധിയിൽ ഒതുങ്ങാത്ത ഭരണതലത്തിനും അധികാരതലത്തിനും ഒക്കെ ഉള്ള ആളുകൾക്ക് മാത്രം മനസ്സിലാകുന്ന പല വിഷയങ്ങളുമുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കുക, നമ്മുടെ ദീൻ നമ്മൾ സൂക്ഷിക്കുക. മുസ്ലിമീങ്ങളായ ഭരണാധികാരികളോട്, അവരുടെ പണ്ഡിതന്മാരോട് ബഹുമാനവും ആദരവും നമ്മളെപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുക. അതാണ് നമ്മുടെ ബാധ്യത എന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ പറയാനുള്ള പ്രസിദ്ധമായ ഏറെ പ്രാധാന്യമുള്ള സംഭവം ഫത്ഹ് മക്കയാണ്, മക്ക വിജയം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജറയുടെ 8ാമത്തെ വർഷമാണ് ഫത്ഹു മക്ക സംഭവിക്കുന്നത്. എന്തായിരുന്നു അതിൻ്റെ മുന്നോടിയായി നടന്ന കാര്യങ്ങൾ? നമ്മൾ മുമ്പേ സൂചിപ്പിച്ചതുപോലെ ഹുദൈബിയ സന്ധിയിൽ ആണ് മുസ്ലിമീങ്ങളും മുശ്രിക്കുകളും ഒക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നത്.
ഹുദൈബിയ സന്ധിയിലെ ഒരു പ്രധാനപ്പെട്ട വ്യവസ്ഥ എന്താണ്? ഏതൊരു ഗോത്രത്തിനും അല്ലെങ്കിൽ ആളുകൾക്കും വേണമെങ്കിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും മുസ്ലിമീങ്ങളുടെയും സംഘത്തോടൊപ്പം അവരുടെ കൂടെ ആ കക്ഷിയിൽ ചേരാം. ഖുറൈശികളുടെ കക്ഷിയിൽ ചേരേണ്ടവർക്ക് അങ്ങനെയും ചേരാം. ഈ വ്യവസ്ഥ പ്രകാരം ഖുസാഅ എന്ന ഗോത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കക്ഷിയിലാണ് ചേർന്നത്. അവരിലെ മുശ്രിക്കുകളും മുസ്ലിമീങ്ങളുമെല്ലാം. കാരണം അവർ നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ അവരിലെ മുശ്രിക്കുകൾക്കും മുസ്ലിമീങ്ങൾക്കും എല്ലാം കൂറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടായിരുന്നു. അത് ഖുറൈശികൾക്കും അറിയാം. അതുപോലെ ബനു ബക്കർ എന്ന ഗോത്രം മുശ്രിക്കുകളുടെ കക്ഷിയിലാണ് ചേർന്നത്. ഈ രണ്ട് ഗോത്രങ്ങൾ തമ്മിൽ മുമ്പേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഹുദൈബിയ സന്ധി പ്രകാരം ഈ കക്ഷിയിലുള്ള ഒരാളും മറ്റേ കക്ഷിയിലുള്ളവരെ അവരോട് യുദ്ധം നയിക്കാനോ അവരെ ഉപദ്രവിക്കാനോ പാടില്ല. അങ്ങനെ ചെയ്താൽ അത് കരാർ ലംഘിക്കലാകും. ഇങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ ബനു ബക്കർ ഗോത്രം എന്തു ചെയ്തു? ഖുസാഅ ഗോത്രത്തെ ആക്രമിക്കുകയുണ്ടായി. ഹറമിൽ വെച്ചുവരെ, യുദ്ധം പാടില്ലാത്ത ഹറമിൽ വെച്ചുവരെ അവരെ ഉപദ്രവിച്ചു. അവരിൽ പലരെയും കൊന്നുകളഞ്ഞു. ഖുറൈശികളിൽപ്പെട്ട പലരും, ഇക്രിമത്ത് ഇബ്നു അബീ ജഹലിനെ പോലെയുള്ള പല ആളുകളും ആ സമയത്ത് ഈ ബനു ബക്കർ ഗോത്രത്തെ അതിന് സഹായിക്കുകയും ചെയ്തു. ഇങ്ങനെ അക്രമത്തിന് വിധേയരായ, കൊല്ലപ്പെട്ട, മുറിവേറ്റ ഖുസാഅ ഗോത്രക്കാരിൽ പെട്ട ആളുകൾ മദീനയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വരികയാണ്. മദീനയിൽ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ അവർ അവരുടെ പ്രയാസവും അതുപോലെ അവർക്കേറ്റ അക്രമവും ഒരു കവിതയിലൂടെ ചൊല്ലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സൈനികമായി സഹായിക്കാൻ, അവർക്ക് ഏറ്റ ബുദ്ധിമുട്ടിന് പകരം ചോദിക്കാൻ ആവശ്യപ്പെടുകയാണ്. ഖുസാഅ ഗോത്രത്തിന്റെ തലവനായ ബുദൈൽ ഇബ്നു വർഖ എന്നു പേരുള്ള ആളും ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ചെന്നു. എന്നിട്ട് നബിയോട് സംഭവങ്ങളൊക്കെ വിവരിച്ചു കൊടുത്തു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സിലായി ഖുറൈശികൾ ലംഘിച്ചിരിക്കുന്നു, കരാർ ലംഘിച്ചിരിക്കുന്നു. ഹുദൈബിയ സന്ധിയിലെ കരാർ അവർ തകർത്ത് കളഞ്ഞിരിക്കുന്നു. മുശ്രിക്കുകൾക്ക്, ഖുറൈശികൾക്ക് ബനു ബക്കർ ഗോത്രത്തെ അവർ സഹായിച്ചുവെങ്കിലും പിന്നീട് അതിൽ ഖേദം തോന്നി. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായുള്ള കരാർ ഇതിലൂടെ ലംഘിക്കപ്പെട്ടു എന്നവർക്ക് മനസ്സിലായി. പഴയതുപോലെ ഉള്ള അവസ്ഥയിലല്ല ഖുറൈശികളുള്ളത്. ഇപ്പോൾ അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും മുസ്ലിമീങ്ങളെയും പേടിയാണ്. അങ്ങനെ ഹുദൈബിയ സന്ധി തകർന്നു. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങോട്ട് യുദ്ധവുമായി വന്നാൽ അതിലൊരു അത്ഭുതവുമില്ല എന്ന് ഖുറൈശികൾ മനസ്സിലാക്കി. അവരെന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ഹുദൈബിയ സന്ധി പുതുക്കാൻ, ഇനി മാത്രമല്ല സന്ധിയുടെ കാലാവധി നീട്ടാൻ അബൂ സുഫിയാനെ പറഞ്ഞയച്ചു. അബൂ സുഫിയാൻ അന്ന് മുസ്ലിം ആയിട്ടില്ല. അദ്ദേഹം മദീനയിലേക്ക് വരികയാണ്. ശത്രുക്കളുടെ ഖുറൈശികളുടെ നേതാവാണ്. പക്ഷെ ഇത് സന്ധിയുള്ള സമയമാണ്. അതുകൊണ്ട് ധൈര്യമായി അങ്ങോട്ടേക്ക് വരാം. വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വരും. ആ സമയത്തുണ്ടായ ഒരു സംഭവം ചരിത്രത്തിന്റെ കിതാബുകൾ വളരെ പ്രസിദ്ധമാണ്. അതുമായി ബന്ധപ്പെട്ട ഹദീസിന്റെ സനദിൽ പണ്ഡിതന്മാർക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ ചരിത്രത്തിന്റെ കിതാബുകളിൽ വളരെ പ്രസിദ്ധമായ ഒരു സംഭവമാണത്. എന്താണ്? അബൂ സുഫിയാൻ മകളായ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയാണ്, അബൂ സുഫിയാന്റെ മകളാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്ന വിരിപ്പിൽ ഇരിക്കാൻ ഒരുങ്ങിയപ്പോൾ ഉമ്മു ഹബീബ അത് മടക്കിക്കളഞ്ഞു, നീട്ടിക്കളഞ്ഞു. അപ്പോൾ എന്താണ് മോളെ? അപ്പോൾ ഇത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിരിപ്പാണ്. വഅൻത മുശ്രികുൻ നജിസ്, നിങ്ങളൊരു നജിസായ മുശ്രിക്കാണ് എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്ന വിരിപ്പിൽ പിതാവിനെ ഇരിക്കാൻ അനുവദിച്ചില്ല എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ആദരവ് കാരണത്താൽ അത് മനസ്സിലായില്ല. അതല്ലാതെ ഫിഖ്ഹിയായി ഒരു കാഫിറോ മുശ്രിക്കാരുടെ ശരീരമോ വസ്ത്രമോ നജസാണ് എന്നല്ല അതിന്റെ അർത്ഥം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ആദരവിന്റെ ഭാഗമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂ സുഫിയാൻ
കരാർ പുതുക്കാൻ ആവശ്യപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുകൂലമായ മറുപടി പറഞ്ഞില്ല. അബൂബക്കർ സിദ്ദീഖിന്റെ അരികിലേക്ക് ചെന്നു നബിയോട് ശുപാർശ പറയാൻ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സമ്മതിച്ചില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് ചെന്നു. ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം, ഉമർ പറഞ്ഞു, ആ കരാറിൽ വല്ലതും ഇനിയും പഴകിപ്പോകാതെ ഉണ്ട് എങ്കിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ അതിനെ തുരുമ്പിപ്പിച്ച് കളയട്ടെ. എന്തെങ്കിലും മുറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു അതിനെ ചേർക്കാതിരിക്കട്ടെ. എന്തെങ്കിലും മുറിയാതെ ഉണ്ടെങ്കിൽ അള്ളാഹു അതിനെ മുറിച്ചു കളയട്ടെ എന്ന് ഉമർ തീർത്തും പ്രതികൂലമായ മറുപടി പറഞ്ഞു എന്നാണ്. ഉസ്മാന്റെയും അലിയുടെയും ഒക്കെ അരികിലേക്ക് ചെന്നു. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കരാർ പുതുക്കാനുള്ള ഒരു ശുപാർശ അവരാരും തന്നെ പറയാൻ തയ്യാറായില്ല. ഒടുവിൽ അബൂ സുഫിയാൻ തിരിച്ച് മക്കയിലേക്ക് തന്നെ പുറപ്പെട്ടു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് സൈന്യവുമായി മക്ക കീഴടക്കാൻ ചെല്ലാൻ തീരുമാനിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് തീരുമാനിച്ചു. പക്ഷെ ആ വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ രഹസ്യമാക്കി വെച്ചു. രഹസ്യമാക്കി വെക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിക്കുകയും ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സൈനിക നീക്കത്തിന്റെ വിവരം പുറത്തറിയിക്കാതിരിക്കാൻ വളരെ സൂക്ഷിച്ചു. എന്നിട്ട് ഒരു ചെറിയ സംഘത്തെ മറ്റൊരു ഭാഗത്തേക്ക് പറഞ്ഞയച്ചു എന്നാണ്. എന്ന് പറഞ്ഞ ആളുകൾക്ക് തോന്നാൻ ആ ഭാഗത്തേക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോകുന്നത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് മുഴുവൻ ഒരുങ്ങാൻ പറയുകയാണ്. മദീനയിലുള്ള സഹാബിമാർ ഒരുങ്ങി. വേറെ പുറത്തുള്ള മുസ്ലിമീങ്ങളായ ഗോത്രങ്ങൾ മദീനയിലേക്ക് വന്നു ചേർന്നു. ചിലർ വഴിക്ക് വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ചേർന്നു. ഇങ്ങനെ 10,000 വരുന്ന സൈന്യവുമായി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ 8-ാം വർഷം റമദാൻ മാസത്തിൽ മക്കയിലേക്ക് പുറപ്പെടുകയാണ്. ആ സന്ദർഭത്തിലാണ് ഹാത്തിബ് ഇബ്നു അബി ബൽതഅ റളിയല്ലാഹു അൻഹുവിന്റെ പ്രസിദ്ധമായ ഒരു സംഭവം സംഭവിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹുവിന്റെ വഹി ലഭിച്ചു. എന്താണ്? ഹാത്തിബ് എന്ന സഹാബി, ഹാത്തിബ് ഇബ്നു അബി ബൽതഅ ബദറിൽ പങ്കെടുത്ത മഹാനായ സഹാബിയാണ്. അദ്ദേഹം ഒരു കത്ത് ഒരു സ്ത്രീ വശം മക്കയിലേക്ക് കൊടുത്തയച്ചിട്ടുണ്ട് എന്ന വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലിയെയും സുബൈറിനെയും അബൂ മർസദിനെയും 3 സഹാബിമാരെ പറഞ്ഞയക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഇതാ ഇന്ന സ്ഥലത്ത് ഒരു വാഹനപ്പുറത്ത് യാത്ര ചെയ്യുന്ന ഒരു പെണ്ണുണ്ടാവും. അവളുടെ കയ്യിൽ ഒരു കത്തുണ്ട്, അത് നിങ്ങൾ വാങ്ങിയിട്ട് വേണം. അലിയും സുബൈറും ഈ സഹാബിയും കൂടി പുറപ്പെടുക, അബൂ മർസദ് കൂടി പുറപ്പെടുക. സഹീഹ് ബുഖാരിയിലും മറ്റും വന്നിട്ടുള്ള പ്രസിദ്ധമായ സംഭവമാണ്. ആ സ്ത്രീയുടെ അരികിലെത്തി. എന്നിട്ട് കത്തവിടെ ചോദിച്ചു. അവൾ പറഞ്ഞു, കത്തൊന്നുമില്ല, എൻ്റെ കയ്യിൽ കത്തൊന്നുമില്ല. അവർ അവളുടെ വാഹനവും മറ്റു സാധനങ്ങളൊക്കെ പരിശോധിച്ചു. എവിടെയും കത്ത് കാണാൻ. അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സത്യമാണ്, കത്തുണ്ടെന്ന് ഉറപ്പാണ്. ഒന്നുകിൽ അത് പുറത്തെടുക്കുക, അല്ലെങ്കിൽ ഇനിയുള്ളത് വസ്ത്രൂരിന് പരിശോധിക്കാനാണ് എന്ന് പറഞ്ഞു. ഉടനെ ആ സ്ത്രീ അവളുടെ മുടിക്കെട്ടിൽ നിന്ന് കത്തെടുത്ത് കൊടുത്തു. അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു ഈ സഹാബിമാരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വന്നു, കത്ത് നൽകി. കത്ത് ഹാത്തിബ് ഇബ്നു അബി ബൽതഅ റളിയല്ലാഹു അൻഹു മുശ്രിക്കുകൾക്ക് അയച്ചിട്ടുള്ള കത്താണ്. മക്കയിലെ മുശ്രിക്കുകൾക്ക് എന്ത് വിവരമാണ് അറിയിച്ചിട്ടുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് വരുന്നതും മറ്റും ആയ വിവരങ്ങൾ. സുബ്ഹാനല്ലാഹ്, ചിന്തിച്ചു നോക്കൂ. ഇത് നമ്മൾ നേർക്ക് നേരെ ചിന്തിച്ചാൽ യാതൊരു സംശയവുമില്ല, മുസ്ലിമീങ്ങൾക്കെതിരിൽ മുശ്രിക്കുകളെ സഹായിക്കലാണ്. മുസ്ലിമീങ്ങൾക്ക് എതിരിൽ എന്ന് മാത്രം പറഞ്ഞാൽ മതിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സഹാബത്തിനും എതിരിൽ മുശ്രിക്കുകളെ സഹായിക്കുന്ന പ്രവർത്തനമാണിത് എന്നതിൽ യാതൊരു സംശയവുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാ ഹാദാ യാ ഹാത്തിബ്, എന്താണിത് ഹാത്തിബ്, എന്താണിത് ഹാത്തിബ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. ഹാത്തിബ് ഇബ്നു അബി ബൽതഅ റളിയല്ലാഹു അൻഹു അർദാഹ് അദ്ദേഹം പറഞ്ഞു, ലാ തഅജൽ അലയ്യ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ എൻ്റെ കാര്യത്തിൽ ധൃതിപ്പെട്ടൊരു തീരുമാനമെടുക്കരുത്. ഞാനിത് ചെയ്തത് എന്തുകൊണ്ടാണ്? ഇന്നി കുൻതു ഇംറഅൻ മുൽസഖൻ ഫി ഖുറൈശ്,
ഞാൻ ഖുറൈശികളുടെ അതേ ഗോത്രത്തിൽപ്പെട്ട ആളല്ല, മറിച്ച് അദ്ദേഹം ഖുറൈശികളുമായി ഒരു ഹിൽഫിന്റെ ഒരു കരാറിന്റെ അടിസ്ഥാനത്തിൽ അവരുമായി ചേർന്നിരുന്ന നേരത്തെ അവിടെ ഉണ്ടായിരുന്ന ആളാണ്. അതുകൊണ്ട് നബിയെ താങ്കളുടെ കൂടെയുള്ള ബാക്കി മുഹാജിറുകളും അൻസാറുകളുമായ സഹാബിമാർക്കെല്ലാം ഖുറൈശികളിൽ ബന്ധക്കാരുണ്ട്. ഇവർക്ക് എന്ത് തന്നെ ആയാലും അവർ തമ്മിൽ കുടുംബ ബന്ധമുണ്ട്. അതുകൊണ്ട് അവിടെ എങ്ങാനും പരാജയം സംഭവിച്ചാൽ എല്ലാവർക്കും രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു കുടുംബ ബന്ധം, അവരൊരു ദയ കാണിച്ചേക്കാവുന്ന കുടുംബ ബന്ധം ഖുറൈശികളുമായിട്ടുണ്ട്. എനിക്കതില്ല. അതുകൊണ്ട് എന്തെങ്കിലും പരാജയം സംഭവിച്ചാൽ ഇങ്ങനെ ഒരു കത്തെഴുതിയതിൻ്റെ പേരിൽ എനിക്കവരൊരു പരിഗണന നൽകും. അതിനുവേണ്ടി ഞാനിത് ചെയ്തതാണ്. അതല്ലാതെ ഞാൻ എന്തിനു ചെയ്തതല്ല. വലം അഫ്അൽഹു കുഫ്റൻ, ഞാൻ ഒരിക്കലും കുഫറായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസം കൊണ്ട് ചെയ്തതല്ല. വല ഇർതിദാദൻ അൻ ദീനി, ഞാൻ മുർത്തദായി പോയത് കൊണ്ട് ചെയ്തതല്ല. വല റിദൻ ബിൽ കുഫ്രി ബഅദൽ ഇസ്ലാം, ഇസ്ലാമിൽ വന്നതിന് ശേഷം എനിക്ക് കുഫറിനോട് തൃപ്തി ഉള്ളത് കൊണ്ട് ചെയ്തതല്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇത് കേട്ടപ്പോൾ പറഞ്ഞു, യാ റസൂലല്ലാഹ് ദഅനി അദ്രിബ് ഉനുഖ ഹാദൽ മുനാഫിഖ്, നബി എന്നോട് ഞാൻ ഈ മുനാഫിഖിന്റെ കഴുത്തിൽ വെട്ടട്ടെ എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹു ഖദ് സദഖക്കും, അദ്ദേഹം പറഞ്ഞ സത്യമാണ്, അദ്ദേഹത്തോട് നിങ്ങൾ മോശമായതൊന്നും പറയരുത്. എന്നിട്ട് ഉമറിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്നഹു ഖദ് ഷഹിദ ബദ്റൻ, അദ്ദേഹം ബദറിൽ പങ്കെടുത്ത ആളാണ്. ലഅല്ലല്ലാഹ ഖദ് ഇത്തലഅ അലാ അഹ്ലി ബദ്രിൻ സുമ്മ ഖാൽ ഇഅ്മലൂ മാ ശിഅ്തും ഖദ് ഗഫർതു ലക്കും, അല്ലാഹു ബദറിൽ പങ്കെടുത്ത സഹാബിമാരുടെ നേർക്ക് നോക്കി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ചെയ്തോളൂ, ഞാൻ നിങ്ങൾക്ക് പുറത്തു തന്നിരിക്കും. ഇത് കേട്ടപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കരയുകയുണ്ട്. ആ സംഭവത്തിലാണ് പരിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്തിലെ തുടക്കത്തിലെ ഭാഗങ്ങൾ അവതരിച്ചത്. യാ അയ്യുഹല്ലദീന ആമനു ലാ തത്തഖിദു അദുവി വഅദുവക്കും ഔലിയാ തുൽഖൂന ഇലൈഹിം ബിൽ മവദ്ദ. ഈ സൂറത്തിലെ ആയത്താണ് മുംതഹനയിലെ തുടക്കത്തിലുള്ള ആയത്തുകൾ. മുഅ്മിനുകളെ, നിങ്ങൾ എന്റെയും നിങ്ങളുടെയും ശത്രുക്കളെ മിത്രങ്ങളായി സ്വീകരിക്കരുത് എന്ന് തുടങ്ങുന്ന ആയത്തുകൾ. അത് വലിയ തെറ്റാണ്. പക്ഷേ ആ സഹാബിക്ക് മുൻകഴിഞ്ഞ ആ വലിയ പ്രവർത്തനം കാരണത്താൽ ആ തെറ്റ് പൊറുക്കപ്പെടും. സഹോദരങ്ങൾ, ഈ സംഭവത്തിൽ വലിയ പാഠങ്ങൾ നമുക്ക് ഉണ്ട്. ഒന്ന്, ഇക്കാലത്തും പല കാലങ്ങളിലും ഖവാരിജികൾ മുസ്ലിമീങ്ങളെ, അവരുടെ ഭരണാധികാരികളെ ഒക്കെ കാഫിറുകളാക്കാൻ നടക്കുന്നവർ കാര്യമായി പറയാറുള്ള ഒരു ഭാഗം എന്താണ്? മുസ്ലിമീങ്ങൾക്കെതിരിൽ കാഫിറുകളുമായി അവർ കൂടിച്ചേർന്നിരിക്കുന്നു, അതുകൊണ്ട് അവർക്ക് കാഫിറായിപ്പോയി. അവർ മുസ്ലിമീങ്ങൾക്കെതിരിൽ കുഫാറുകളുമായി കൂടിച്ചേർന്നിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് വേറെ കാര്യം. അതിൽ പലതും കള്ളക്കഥകളാണ്. പലരും പറയുന്ന പലരും മുസ്ലിമീങ്ങളായിരുന്നില്ല, മറിച്ച് മതനിഷേധികളും പരലോകത്തെ നിഷേധിക്കുന്നവരുമൊക്കെ ആയിരുന്നു. മുസ്ലിം പേരുള്ള പലരും പഴയ കാലത്ത് നടന്ന ചില യുദ്ധങ്ങളുമായി ബന്ധപ്പെട്ട് ഉള്ള ചില സംഭവങ്ങളും. യഥാർത്ഥത്തിൽ നോക്കൂ, ഇവിടെ ഇബ്രാഹിം റളിയല്ലാഹു അൻഹു ചെയ്തത് എന്താണ്? മുസ്ലിമീങ്ങൾക്കെതിരെ മുശ്രിക്കുകളെ സഹായിക്കുകയാണ് ചെയ്തത്. പക്ഷെ അദ്ദേഹം അത് ചെയ്തത് ഒരിക്കലും ഇസ്ലാമിനോടുള്ള വെറുപ്പ് കൊണ്ടോ കുഫറിനോടുള്ള സ്നേഹം കൊണ്ടോ അല്ല, മറിച്ച് ദുനിയവിയായ ഒരു കാര്യത്തിനു വേണ്ടി ചെയ്തതാണ്. അങ്ങനെ ദുനിയവിയായ ഒരു കാര്യത്തിനു വേണ്ടി ഒരാൾ ചെയ്താൽ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയില്ല. അത് തെറ്റാണ്, പക്ഷെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയില്ല. ഏതിലൊരു തിന്മയിൽ അവരെ സഹായിച്ചാൽ, മുസ്ലിമീങ്ങൾക്കെതിരിൽ സഹായിച്ചാൽ, മുസ്ലിമീങ്ങളെതിരിൽ സഹായിക്കുക എന്ന് പറഞ്ഞാൽ അത് ആ അർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കണം. മുസ്ലിം പേരുള്ള ഒരു കള്ളനുണ്ട്, അവൻ ഓടിച്ചിട്ട് പിടിക്കുകയാണ് ആളുകളൊക്കെ. അതിൽ മുസ്ലിം കാഫറൊക്കെ ഉണ്ട്. അപ്പോൾ മുസ്ലിമീങ്ങളും പിന്നാലൂടെ അവനെ പിടിച്ചു. മുസ്ലിമീങ്ങൾക്കെതിരെ കാഫിര്യങ്ങളെ സഹായിച്ചതാണെന്ന് പറയാൻ പറ്റുമോ? അല്ല, മറിച്ച് അതൊരു കള്ളനെ പിടിച്ചതാണ്. അതൊരു നന്മയായിരുന്നു. ആ നന്മയിൽ ആളുകളുമായി പരസ്പരം സഹകരിച്ചതാണ്, അത്രമാത്രം. അതേസമയം മുസ്ലിമീങ്ങളും കുഫാറുകളും എതിർ കക്ഷികളായി വന്നാൽ, ഒരു മുസ്ലിം എതിർ കക്ഷിയെ സഹായിച്ചാൽ അത് എപ്പോഴും കുഫറാവുകയും, മറിച്ച് അത് വൻ പാപം ആണ്. അതേസമയം അയാൾ കുഫറിനോടുള്ള സ്നേഹം കൊണ്ട്, ഇസ്ലാമിനോടുള്ള വെറുപ്പ് കൊണ്ട് ആണോ ചെയ്തത്, അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും, സംശയമില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെ വളച്ചൊടിച്ച് മുസ്ലിം ഭരണാധികാരികളെയും മറ്റും കാഫറാക്കുന്നവർക്കുള്ള ശക്തമായ മറുപടിയാണ് ഈ ഹദീസിലുള്ളത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം പറഞ്ഞത് അംഗീകരിക്കുകയാണ് ചെയ്തത്.
ഞാനിത് കുഫറായിക്കൊണ്ട് ചെയ്തതല്ല എന്ന്. മറിച്ച് അത് തെറ്റാണ്, യാതൊരു സംശയവുമില്ല. പക്ഷേ മുൻകഴിഞ്ഞ ഒരു ശ്രേഷ്ഠമായ പ്രവർത്തനം കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കത് പുറത്തു കൊടുത്തിരിക്കുന്നു. സഹാബത്ത് റളിയല്ലാഹു അൻഹും അവർ അള്ളാഹുവിൻ്റെ പടപ്പുകളിൽ ഏറ്റവും ശ്രേഷ്ഠനാണ് നബിമാർ കഴിഞ്ഞാൽ. അവർ സ്നേഹിക്കുക നമുക്ക് നിർബന്ധമാണ്. അവരെക്കുറിച്ച് നല്ലതാണ് നമ്മൾ പറയേണ്ടത്. അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പാപമോചനം തേടുകയും തർദിയത്ത് ചൊല്ലുകയും അവർക്ക് അള്ളാഹുവിനെ തൃപ്തിയിൽ വയ്ക്കട്ടെ എന്ന് പറയുകയുമാണ് വേണ്ടത്. അവരെ മാതൃകയാക്കേണ്ടവരാണ് നമ്മൾ. ഇനി അവരെക്കുറിച്ച് അവരെ സ്നേഹിക്കുന്നവരെ നാം സ്നേഹിക്കണം, അവരെ വെറുക്കുന്നവരെ നാം വെറുക്കണം. ഇനി അവർക്ക് വല്ല തെറ്റും സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, അങ്ങനെ അവരുടെ തെറ്റായി ഏതെങ്കിലും കിതാബുകളിലോ മറ്റോ കാണുന്ന സംഭവങ്ങളുണ്ടോ, ഒന്നുകിൽ അത് സഹിഹായ സനദോടെ വന്നതായിരിക്കില്ല. പലതും അങ്ങനെ കള്ളക്കഥകളാണ്. 2, ഇനി സഹിഹായ സനദോടെ വന്നതാണ് എങ്കിൽ പോലും അത് ഒരു നല്ല മഹ്മലിൽ എടുക്കാൻ സാധിക്കുന്ന രൂപത്തിലായി, അഥവാ ചില രൂപത്തിൽ നോക്കിയാലായിരിക്കും അത് തെറ്റായി തോന്നുക. യഥാർത്ഥത്തിൽ അതിൽ അവർക്ക് അവരുടെ ഭാഗത്ത് ന്യായമുണ്ടാകും. അത് സാധാ മുസ്ലിമീങ്ങളോട് പോലുമുള്ള നമ്മുടെ ബാധ്യതയാണ്. എന്ത്, ഒരാളിൽ നിന്ന് വല്ലതും നമുക്ക് ഇഷ്ടമല്ലാത്തത് കണ്ടാൽ അയാൾക്ക് എന്തെങ്കിലും അതിനൊരു ഒരു ഒഴിവ് കഴിവ് വകവെച്ച് കൊടുക്കുന്നത്. അപ്പൊ പിന്നെ സഹാബികളുടെ കാര്യത്തിൽ എന്തായിരിക്കും? ഇനി നോക്കൂ നിങ്ങൾ, സനദ് സഹിഹാണ് ആ സംഭവം. അതുപോലെ അവർക്ക് ഒരു ഉദർ കാണാൻ, ഒരു ഒഴികൊഴുക്ക് കാണാൻ വകുപ്പില്ല എങ്കിൽ അവരുടെ തെറ്റുകൾ ഒന്നുകിൽ അബദ്ധത്താൽ സംഭവിച്ചതായിരിക്കും, മറവിയാൽ സംഭവിച്ചതായിരിക്കും, അല്ലെങ്കിൽ ഇജ്തിഹാദിന്റെ അടിസ്ഥാനത്തിൽ അവർ പണ്ഡിതന്മാരാണ്, അവർ ഗവേഷണം നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ശരിയാണെന്ന നിലക്ക് അവർ ചെയ്തതായിരിക്കാം. ശരിക്കും ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഒന്നുകിൽ സനദ് ശരിയാവുകയില്ല. ഇനി സനദ് ശരിയാണെങ്കിൽ ഒരു ഒഴികഴിവ് അവർക്ക് വകവെച്ച് കൊടുക്കാനുള്ള വകുപ്പ് അതിനുണ്ടാകും. ഇനി അതുമില്ലെങ്കിൽ അവർ അബദ്ധത്തിലോ അല്ലെങ്കിൽ മറന്നുകൊണ്ടോ ഇജ്തിഹാദിന്റെ അടിസ്ഥാനത്തിലോ ചെയ്തതായിരിക്കും. 4-മതാണ്, ഇതൊന്നുമില്ല, ഒരു തെറ്റവർക്ക് സംഭവിച്ചു. ഈ പറയപ്പെട്ട ഒരു ന്യായവുമില്ല, ഒരു തെറ്റവർക്ക് സംഭവിച്ചു. അവർ നബിമാരല്ല, അവർ മഅസൂമുകളാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. പക്ഷേ അവരുടെ തെറ്റുകൾ പൊറുക്കപ്പെടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വഴികൾ വെച്ചിട്ടുണ്ട്. ഒന്ന്, അവരതിൽ നിന്ന് തൗബ ചെയ്തിരിക്കാം. 2, അവർ ചെയ്തിട്ടുള്ള വമ്പിച്ച നന്മകൾ കാരണത്താൽ അള്ളാഹു അവർക്കത് പുറത്തു കൊടുത്തേക്കും. ഇന്നൽ ഹസനാത്തി യുദ്ഹിബന സയ്യിആത്ത്, നന്മകൾ തിന്മകളെ ഇല്ലാതാക്കി കളയും. 3, അവർ നേരത്തെ ഇസ്ലാമിലേക്ക് വന്നത് കാരണത്താൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ യുദ്ധങ്ങളിൽ പങ്കെടുത്തത് കാരണത്താൽ അള്ളാഹു അവർക്ക് പുറത്തു കൊടുത്തേക്കും. ആരുടെ സംഭവത്തിലുള്ളതുപോലെ? ഹാത്തിബ് റളിയല്ലാഹു അൻഹുവിന്റെ സംഭവത്തിലുള്ളതുപോലെ. ഹാത്തിബ് റളിയല്ലാഹു അൻഹുവിന്റെ സംഭവത്തിൽ ഉള്ളതുപോലെ നോക്കൂ നിങ്ങൾ, അവർ തൗബ ചെയ്തിരിക്കാം. അതുപോലെ അവരുടെ നന്മകൾ കാരണത്താൽ അവർക്ക് പൊറുക്കപ്പെട്ടേക്കാം. അവർ നേരത്തെ ഇസ്ലാമിലേക്ക് വരികയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ യുദ്ധം ചെയ്യുകയും ചെയ്തതുകൊണ്ട് അള്ളാഹു അവർക്ക് പുറത്തു കൊടുത്തേക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പുറത്തു കൊടുത്തേക്കും. 4, അവർക്കുണ്ടാകുന്ന പരീക്ഷണങ്ങൾ കാരണത്താൽ അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കും. 5, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുപാർശ കൊണ്ട് അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരം കിട്ടുന്ന ഒരു പ്രാർത്ഥന പരലോകത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നു. എന്തിനു വേണ്ടി? ഉമ്മത്തിന് ശഫാഅത്ത് നടത്താൻ. ആ ശഫാഅത്തിൽ ആദ്യം ഉൾപ്പെടാൻ ആരായിരിക്കും? യാതൊരു സംശയവുമില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടുകാരായ നബിയുടെ സഹാബിമാരാണ്. അപ്പൊ നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞ അവർക്ക് തെറ്റാണ് എന്ന്, അവരിൽ തെറ്റ് സംഭവിച്ചു എന്ന് പറയപ്പെടുന്ന സംഭവങ്ങളിൽ ഈ പറയപ്പെട്ട സ്റ്റെപ്പുകളെല്ലാം ഉണ്ട്. ഇനി സംഭവിച്ചു എന്ന് ഉറപ്പായാൽ നോക്കൂ, 5 കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പുറത്തു കൊടുക്കാനായി വെച്ചിട്ടുണ്ട്. അവർ തൗബ ചെയ്തിരിക്കും. അവരുടെ നന്മകൾ, നേരത്തെ ഇസ്ലാമിലേക്ക് വന്നതും നബിയുടെ കൂടെ പോരാട്ടങ്ങളിൽ ഏർപ്പെട്ടതും പരീക്ഷണങ്ങൾ, അവസാനം പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത്. അപ്പോൾ സഹാബിമാരുടെ അബദ്ധങ്ങൾ എന്ന് കേട്ടാൽ നമ്മൾ ഈ രൂപത്തിൽ മനസ്സിലാക്കുക. നിങ്ങൾ കേട്ടിട്ടില്ലേ, വെള്ളം ഒരു പരിധിക്ക് അപ്പുറം ഉണ്ടായാൽ ലം യഹ്മിൽ ഖുബ്സ്, അതിൽ പിന്നെ മാലിന്യങ്ങൾ ഏൽക്കുകയില്ല. അവരുടെ ജീവിതം എന്നാൽ നന്മകളുടെ സമുദ്രമാണ്. അതിൽ ഇതുപോലുള്ള അവരുടെ മാനുഷികമായ അബദ്ധങ്ങളും മറ്റും അവരുടെ സ്ഥാനത്തിന് പോറലേൽപ്പിക്കുകയില്ല. കാരണം സഹാബി എന്ന് പറഞ്ഞാൽ അത് പിൽക്കാലത്ത് വരുന്ന ഒരാൾക്കും എത്തിപ്പിടിക്കാൻ സാധിക്കാത്ത സ്ഥാനമാണ്. എത്ര നന്മ ചെയ്താലും ഒരു സഹാബിയുടെ പദവിയിലെത്താൻ ഒരാൾക്കും സാധ്യമല്ല. لا تسبوا أصحابي فوالذي نفسي بيده لو أنفق أحدكم مثل أحد ذهبا ما بلغ مد أحدهم ولا نصيفه. നിങ്ങൾ എൻ്റെ സഹാബത്തിനെ ചീത്ത വിളിക്കരുത്, നിങ്ങൾ എൻ്റെ സഹാബിമാരെ ചീത്ത വിളിക്കരുത്. നിങ്ങളിൽ ഒരാൾ ഉഹുദ് മലയോളം സ്വർണം ചെലവഴിച്ചാൽ
സഹാബിമാർ ഒരു മുദ്ദ് ചെലവഴിച്ചതിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ പകുതി ചെലവഴിച്ചതിൻ്റെ അത്രയും വരികയില്ല. അത് അള്ളാഹു അവർക്ക് നൽകിയ ശ്രേഷ്ഠതയാണ്. അപ്പം നോക്കൂ, ഹാത്തിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കഥ ഇവിടെ വളരെ പ്രസിദ്ധമാണ്. അങ്ങനെ നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് പുറപ്പെടുകയാണ്. അവിടെ ആ യാത്രക്കിടയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരികിലേക്ക് ഇസ്ലാം സ്വീകരിക്കാൻ വന്ന ചിലരുണ്ടായിരുന്നു. മക്കയിൽ നിന്ന് ആ സമയത്ത് ഇസ്ലാം സ്വീകരിക്കാനായി വരികയാണ്. അവരിൽ ഒരാളായിരുന്നു അബൂ സുഫിയാൻ ഇബ്നുൽ ഹാരിസ്. നേരത്തെ പറഞ്ഞ അബൂ സുഫിയാൻ ബിൻ ഹർബല്ല, മറിച്ച് ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃ സഹോദരന്റെ മകനാണ്. അബൂ സുഫിയാൻ ഇബ്നുൽ ഹാരിസ് ബിൻ അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിന്റെ മറ്റൊരു മകനാണ് ഹാരിസ്. അദ്ദേഹത്തിന്റെ മകനാണ് അബൂ സുഫിയാൻ. അബ്ദുൽ മുത്തലിബിന്റെ ഒരു മകനായ ഹാരിസിന്റെ മകൻ അബൂ സുഫിയാൻ. അതുപോലെ അബ്ദുല്ലാഹ് ഇബ്നു അബി ഉമയ്യ. ഇവർ യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബന്ധുക്കളും കൂടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബന്ധുക്കളും കൂടിയാണ്. അബൂ സുഫിയാൻ, ഈ പറഞ്ഞ അബൂ സുഫിയാൻ ബിൻ ഹാരിസ്, ജാഹിലിയത്തിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയായി നിയോഗിക്കപ്പെടുന്നതിന് മുമ്പ് നബിയുടെ അടുത്ത കൂട്ടുകാരനായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ തന്നെയായിരുന്നു, ബന്ധു കൂടിയാണ്, നബിയുടെ കൂടെയായിരുന്നു, നബിയുടെ വിട്ടുമാറാത്ത കൂട്ടുകാരനായിരുന്നു. പക്ഷേ നുബുവത്തോടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുവായി തീർന്നു. നബിക്കെതിരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിച്ചുകൊണ്ട് അധിക്ഷേപിച്ചുകൊണ്ട് കവിതകൾ പാടുകയുണ്ടായി. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ഇയാൾക്ക് അദ്ദേഹത്തിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. അബൂ സുഫിയാൻ ബിൻ ഹാരിസിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഒരാൾ. രണ്ടാമത്തെ ആൾ ആരാണ്? അബ്ദുല്ലാഹ് ഇബ്നു അബി ഉമയ്യ ഇബ്നുൽ മുഗീറ. അബ്ദുല്ലാഹ് ഇബ്നു അബി ഉമയ്യ, ഇദ്ദേഹവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബന്ധുവാണ്. നബിയുടെ പിതൃ സഹോദരി അബ്ദുൽ മുത്തലിബിന്റെ മകൾ ആതിക്കയുടെ മകനാണ് ഇദ്ദേഹം. മാത്രമല്ല നബിയുടെ ഭാര്യയായ ഉമ്മു സലമയുടെ സഹോദരൻ കൂടിയാണ്. ഉമ്മു സലമയുടെ സഹോദരൻ കൂടിയാണ്. ഇവർ രണ്ടുപേരും ഇസ്ലാം സ്വീകരിക്കാനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വരികയാണ്. പക്ഷേ ഇവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അത്രയും ബുദ്ധിമുട്ടിച്ചത് കാരണത്താൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് മുഖം കൊടുക്കാൻ തയ്യാറായില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ നോക്കിയില്ല. അങ്ങനെ ഉമ്മു സലമ നബിയോട് ശുപാർശ പറഞ്ഞു എന്നാൽ, നബിയെ, ജനങ്ങളിൽ ഏറ്റവും ഭാഗ്യം കെട്ടവർ താങ്കളുടെ പിതൃ സഹോദരപുത്രനും അതുപോലെ താങ്കളുടെ പിതൃ സഹോദരിയുടെ പുത്രനും ആവുക എന്നത് ഇങ്ങനെ ശരിയാവും. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ടും അവർക്ക് മുഖം കൊടുക്കാൻ തയ്യാറായില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രമാത്രം നബിയുടെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തുന്ന രൂപത്തിൽ ഉപദ്രവിച്ച ആളുകളായിരുന്നു അവർ. അവരെന്ത് ചെയ്തു? അവരൊടുവിൽ രണ്ടുപേരും അവർ പറഞ്ഞു, നബി ഞങ്ങൾ നോക്കുന്നില്ലെങ്കിൽ ഞങ്ങളിവിടെ ഈ വെയിലത്ത് ഇങ്ങനെ ദാഹിച്ച് വെള്ളം കിട്ടാതെ മരിച്ചുകൊള്ളും എന്ന രൂപത്തിൽ പറഞ്ഞു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സംഘത്തോടൊപ്പം ചേരാൻ അവർക്ക് അനുവാദം നൽകി. അവിടത്തേക്ക് അവരോട് ഖേദം തോന്നുകയും അവർക്ക് ആ സൈന്യത്തിൽ അവരുടെ കൂടെ പോകുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം നൽകുകയും ചെയ്തു. അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു എന്തു ചെയ്തു? ഈ അബൂ സുഫിയാൻ ബിൻ ഹാരിസിനോട് പറയുകയുണ്ടായി, നിങ്ങൾ എന്തു ചെയ്യുക? രണ്ടുപേരും നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത ബന്ധുക്കളാണ്. നബിയുടെ ഉപ്പയുടെ സഹോദരൻ ഹാരിസിന്റെ മകനാണ് ഒരാൾ, നബിയുടെ ഉപ്പയുടെ സഹോദരി ആതിക്കയുടെ മകനാണ് മറ്റൊരാൾ. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്രമാത്രം ദ്രോഹിച്ചതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം കൊടുക്കുന്നില്ല. അലി ബിൻ അബി താലിബ് അവർക്കൊരു വഴി പറഞ്ഞു കൊടുക്കുകയാണ്. അവർക്കൊരു വഴി പറഞ്ഞു കൊടുക്കുക. അലി ബിൻ അബി താലിബ് ഇവരോട് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ രണ്ടുപേരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ പോയി നിന്ന് യൂസുഫ് അലൈഹിസ്സലാമിനോട് സഹോദരന്മാർ പറഞ്ഞ വാക്കെന്താണോ അത് പറയുക. എന്താണ് യൂസുഫിനോട്? ഒടുവിൽ യൂസുഫ് അലൈഹിസ്സലാമെ ഇത്രയും ദ്രോഹിക്കുകയും പ്രയാസപ്പെടുത്തുകയും ഒക്കെ ചെയ്തു. ഒടുവിൽ യൂസുഫ് അലൈഹിസ്സലാം ആ വലിയ സ്ഥാനത്തെത്തി. ഈ സഹോദരങ്ങളാകട്ടെ വലിയ പ്രയാസത്തിനുമാണ്. അങ്ങനെ ഒടുവിൽ യൂസുഫാണ് ഇത് മുന്നിലുള്ളത് എന്ന് മനസ്സിലാവുകയും ചെയ്തപ്പോൾ അവർ പറഞ്ഞൊരു വാക്കുണ്ട്. എന്താണ്? ഖാലു തല്ലാഹി ലഖദ് ആഥറകല്ലാഹു അലൈനാ വഇൻ കുന്നാ ലഖാതിഈൻ. അല്ലാഹുവാണ്, അല്ലാഹു
നിങ്ങൾക്ക് ഞങ്ങളെക്കാൾ വലിയ പദവി നൽകിയിരിക്കുന്നു. വൈകുന്ന ലഖാത്തഈൻ, ഞങ്ങൾ തെറ്റുകാരാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ പോയി നിങ്ങൾ യൂസുഫിനോട് സഹോദരങ്ങൾ പറഞ്ഞ് ഈ വാക്ക് പറയുക. ഒരിക്കലും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തേക്കാൾ നല്ല മറുപടി വേറൊരാൾ പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മതിക്കില്ല. എന്ന് പറഞ്ഞാൽ യൂസുഫ് അലൈഹിസ്സലാം ഈ വാക്ക് പറഞ്ഞപ്പോൾ മനോഹരമായ മറുപടിയാണ് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തായാലും അതിനേക്കാൾ കുറഞ്ഞൊരു മറുപടി പറയുകയില്ല എന്ന് പറഞ്ഞു. ഇവർ രണ്ടുപേരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ വന്ന് പറഞ്ഞു, തല്ലാഹി ലഖദ് ആതറക അല്ലാഹു അലൈനാ വഇൻ കുന്നാ ലഖാതഈൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേട്ട ഉടനെ അവരോട് പറഞ്ഞു, ലാ തസ്രീബ അലൈക്കുമുൽ യൗം യഗ്ഫിറുല്ലാഹു ലക്കും വഹുവ അർഹമുർ റഹീം. നിങ്ങളോട് ഇന്ന് യൂസുഫ് അലൈഹിസ്സലാം അവരോട് പറഞ്ഞ മറുപടി എന്താണ്? നിങ്ങളോട് ഇന്ന് പ്രതികാരമില്ല. യഗ്ഫിറുല്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ. വഹുവ അർഹമുർ റഹീം, അള്ളാഹു ഏറ്റവും കരുണ ചൊരിയുന്നവരിൽ കരുണ ചൊരിയുന്നവനാണ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു എന്നാണ്. ഇങ്ങനെ ആ യാത്രക്കിടയിൽ നബിയോടൊപ്പം വന്നു ചേർന്ന മറ്റൊരാൾ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബാണ്, നബിയുടെ പിതൃ സഹോദരൻ. അദ്ദേഹം ആ കാലം വരെയും മക്കയിൽ തന്നെയായിരുന്നു എന്നാണ്. അദ്ദേഹം അതിനു മുമ്പേ മുസ്ലിം ആയിട്ടുണ്ട് എന്നാണ് ധാരാളം ചരിത്രകാരന്മാർ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഹിജറ വന്നിട്ടില്ല. മറിച്ച് ഈ സമയത്താണ് ഹിജറ വരുന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൈന്യത്തിൽ ചേരുകയാണ്. മുസ്ലിമീങ്ങൾക്ക് അതിൽ വലിയ സന്തോഷം തോന്നുകയുണ്ടായി. ഒടുവിൽ മക്കയിൽ നിന്ന് മുസ്ലിമീങ്ങളുടെ അരികിലേക്ക് വരാൻ ഒരുങ്ങുകയാണ് ആര്? ഖുറൈശികളുടെ നേതാവായ അബൂ സുഫിയാൻ ഇബ്ൻ ഹർബ്. എന്തിനാണ് വരുന്നത്? മുസ്ലിം ആകാൻ വരുന്നതല്ല, മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന വിവരം മക്കക്കാർക്ക് കിട്ടാതായി. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയില്ല. അങ്ങനെ അബൂ സുഫിയാൻ അവർ പറഞ്ഞേക്കുകയാണ്, മുഹമ്മദിനെ എങ്ങാനും കണ്ടാൽ എന്ത് ചെയ്യുക? ഒരു അമാൻ വാങ്ങുക, യുദ്ധവും കുഴപ്പമൊന്നും ഉണ്ടാവുകയില്ല എന്ന് വാങ്ങുക എന്ന് പറഞ്ഞ് അബൂ സുഫിയാൻ പറഞ്ഞേക്കുകയാണ്. അങ്ങനെ അബൂ സുഫിയാനും കുറച്ച് ആളുകളും പോവുകയാണ്. പോകുമ്പോൾ അവർ ദൂരെ നിന്നൊരു സൈന്യത്തെ കാണുന്നു. രാത്രിയിൽ ആ സൈന്യം തീ കത്തിച്ചപ്പോൾ അതൊരു വലിയ കാഴ്ചയായിരുന്നു, ഒരു ഭയങ്കരമായ കാഴ്ചയായിരുന്നു. അവർ ഈ സൈന്യത്തെ കണ്ടു, പക്ഷെ അവർക്ക് മനസ്സിലായിട്ടില്ല ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൈന്യമാണ് എന്ന്. അങ്ങനെ അബൂ സുഫിയാൻ അതിനടുത്തെത്തിയപ്പോൾ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃ സഹോദരൻ, അബൂ സുഫിയാനെ കാണുകയാണ്. അബൂ സുഫിയാന്റെ അടുത്ത് ചെന്ന് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, നിന്നെ കയ്യിൽ കിട്ടിയാൽ ഉറപ്പാണ് തലവിട്ടു, സംശയമില്ല. അതുകൊണ്ട് കയറിക്കോളൂ, എന്റെ വാഹനപ്പുറത്ത് കയറിക്കോളൂ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബഗ്ലത്താണ്, നബിയുടെ വാഹന മൃഗമാണത്. ഇതിന്റെ പുറത്ത് കയറിക്കോളൂ എന്ന് പറഞ്ഞ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് അബൂ സുഫിയാനെ അതിൽ കയറ്റുകയുണ്ടായി. എന്നിട്ട് ഓരോ മുസ്ലിമീങ്ങളുടെ സൈന്യത്തിന്റെ അടുത്തെത്തുമ്പോഴൊക്കെ അവർ ചോദിക്കും, ആരാണിത്? അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് പറയും, അബ്ബാസ് അതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമ്മ, നബിയുടെ പിതൃ സഹോദരനാണ്, നബിയുടെ വാഹനപ്പുറത്താണ്, വിട്ടേക്കും എന്ന് പറയും. പിന്നിൽ അബൂ സുഫിയാനുണ്ട്. മുസ്ലിമീങ്ങൾക്ക് അത് മനസ്സിലായിട്ടില്ല. അങ്ങനെ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് അബൂ സുഫിയാനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലെത്തിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിക്കുകയും അവിടെ വെച്ച് അബൂ സുഫിയാന് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് അഭയം നൽകുകയും ചെയ്യും. അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു അവിടെ വെച്ച് ഇസ്ലാം സ്വീകരിക്കുക. നമുക്ക് ഖുറൈശികളുടെ നേതാവായിരുന്നു അദ്ദേഹം. ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സൈന്യവും മക്കയിലേക്ക് പ്രവേശിക്കുകയാണ്. മക്കയിലേക്ക് പ്രവേശിച്ച സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ദഖല ദാറ അബി സുഫിയാൻ ഫഹുവ ആമിൻ. ആരാണ് അബൂ സുഫിയാന്റെ വീട്ടിൽ കയറിയത്? ഫഹുവ ആമിൻ, അവൻ പേടിക്കേണ്ടതില്ല. വമൻ അൽഖ സിലാഹ ഫഹുവ ആമിൻ. ആരാണ് ആയുധം താഴെ വെച്ചത്? ഫഹുവ ആമിൻ, അവൻ പേടിക്കേണ്ടതില്ല. വമൻ അഗ്ലഖ ബാബഹു ഫഹുവ ആമിൻ. ആരാണോ തന്റെ വീട്ടിൽ കയറി വാതിലടച്ചത്? ഫഹുവ ആമിൻ, അവനും പേടിക്കേണ്ടതില്ല. ഇങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം
മക്കയിലെ ആളുകൾക്ക് നിർഭയത്വം നൽകുകയാണ്. അതൊന്ന് ചിന്തിച്ചു നോക്കൂ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമെ നേരത്തെ ആ നാട്ടിൽ നിന്ന് പുറത്താക്കിയ ആളുകളാണ് അവർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യുദ്ധം ചെയ്തവരാണ്, നബിയെ ദ്രോഹിച്ചവരാണ്. അവരെ ഒന്നാകെ ശിക്ഷിക്കാൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധിക്കുന്ന അവസ്ഥ കൈവന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കൊന്നാകെ മാപ്പ് നൽകുകയാണ്. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഇളവ് സ്വീകരിച്ച് അവരിൽ ഏതാണ്ട് എല്ലാവരും നബിയോട് യുദ്ധം ചെയ്യാനോ പോരാടാനോ തയ്യാറാകാതെ അതിന് നിൽക്കാതെ സമാധാനത്തിന്റെ വഴി സ്വീകരിച്ചു. വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രമേ മുസ്ലിമീങ്ങളോട് കായികമായി എതിരിടാൻ നിന്നുള്ളൂ. അവരെ മുസ്ലിമീങ്ങൾ നിഷ്പ്രയാസം പരാജയപ്പെടുത്തുകയുണ്ടായി. എന്നാൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊലപ്പെടുത്താൻ ഉത്തരവിട്ട വിരലെണ്ണാവുന്ന ചില ആളുകളുണ്ടായിരുന്നു. നമുക്ക് ഹദീസിന്റെ കിതാബുകൾ കാണാം. സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ലമ്മ കാന യൗമു ഫത്ഹി മക്ക, മക്ക വിജയത്തിന്റെ ദിവസം, അമ്മന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നാസ്, ജനങ്ങൾക്കെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർഭയത്വം വാഗ്ദാനം ചെയ്തു, പേടിക്കേണ്ടതില്ലെന്ന് പറഞ്ഞു. ഇല്ലാ അർബഅത നഫരിൻ വംറഅതൈൻ, 4 പേരൊഴികെ 2 സ്ത്രീകളും. ആരായിരുന്നു 4 പുരുഷന്മാർ? 2 സ്ത്രീകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിച്ചുകൊണ്ട് കവിതകളും മറ്റും എഴുതിയ, കവിതയും മറ്റും പാടിയിരുന്ന സ്ത്രീകളായിരുന്നു. എന്നാൽ 4 പുരുഷന്മാർ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കുറിച്ച് പറഞ്ഞു, ഉഖ്തുലൂഹും വഇൻ വജദ്തുമൂഹും മുതഅല്ലിഖീന ബിഅസ്താരിൽ കഅബ, കഅബയുടെ വിരികൾ പിടിച്ചവർ നിൽക്കുന്നത് കണ്ടാൽ പോലും നിങ്ങൾ അവരെ കൊല്ലുക എന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് വരെ കൊലപ്പെടുത്തുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. 4 പേരെ കുറിച്ച്. ഒന്ന് ഇക്രിമത്തു ഇബ്നു അബി ജഹൽ, അബൂജഹലിന്റെ പകരം ഇക്രിമയായിരുന്നു. 2 അബ്ദുല്ലാഹ് ഇബ്നു ഖത്തൽ, 3 മിഖ്യസ് ഇബ്നു സുബാബ, 4 അബ്ദുല്ലാഹ് ഇബ്നു സഅദ് ഇബ്നു അബി സർഹ്. ഈ 4 പേരുടെ പ്രത്യേകത എന്ത് എന്നാൽ ഇവരിൽ 2 പേർ കാഫിറായി നിലയിൽ കൊല്ലപ്പെട്ടു, മുസ്ലിമീങ്ങൾ കൊന്നുകളഞ്ഞു. 2 പേർ രക്ഷപ്പെട്ടുപോയി, പിന്നീട് മുസ്ലിങ്ങളായി, സഹാബിമാരായി, ഇക്രിമയും അതുപോലെ അബ്ദുല്ലാഹ് ഇബ്നു അബി സർഹും. ബാക്കി 2 പേർ അബ്ദുല്ലാഹ് ഇബ്നു ഖത്തൽ അതുപോലെ മിഖ്യസ് ഇബ്നു സുബാബ, ഈ 2 പേരെ മുസ്ലിമീങ്ങൾ കൊലപ്പെടുത്തുകയുണ്ടായി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയുധവുമായി മക്കയിൽ കയറി. അത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രം അള്ളാഹു നൽകിയ ഇളവാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മക്ക ഹറമാണ്, മക്ക യുദ്ധം പാടില്ലാത്ത പ്രദേശമാണ്, യുദ്ധം ഹറാമായ പവിത്രമായ സ്ഥലമാണ്. അവിടെ ഒരാൾക്കും യുദ്ധം അനുവദനീയമല്ല. എനിക്ക് മുൻപും എനിക്ക് ശേഷവും, എനിക്ക് തന്നെ സഅത്തും മിനൻ നഹാർ, പകലിലെ ഒരല്പനേരം മാത്രമാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ അവിടെ യുദ്ധത്തിന് അനുവാദം നൽകിയിട്ടുള്ളത്. അത് കഴിഞ്ഞതോടെ അവിടെ ഉള്ള പവിത്രത പഴയ അവസ്ഥയിലേക്ക് തന്നെ തിരിച്ചുപോയിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ഇങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക നിഷ്പ്രയാസം കീഴടക്കുകയുണ്ടായി. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വെച്ച് 8 റക്അത്ത് നിസ്കാരം നിർവഹിച്ചു, ദുഹാ സമയത്ത്. ചില പണ്ഡിതന്മാർ പറഞ്ഞു അത് സാധാരണ ദുഹാ നിസ്കാരം തന്നെയാണ്. എന്നാൽ ധാരാളം പണ്ഡിതന്മാർ, അബ്ദുൽ ഖയ്യിം റഹിമഹുല്ലാ അടക്കമുള്ള പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത് അത് ഫത്ഹിന്റെ നിസ്കാരം എന്ന് പറയും. രാജ്യം കീഴടക്കിയാൽ മുസ്ലിമായ ഭരണാധികാരിക്ക് സുന്നത്തുള്ള നിസ്കാരമാണത്, 8 റക്അത്ത് നിസ്കാരം ആ നാട്ടിൽ വെച്ച്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിർവഹിച്ചത് എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം മറ്റു പല പണ്ഡിതന്മാരും പറയുകയുണ്ടായി. സഹാബിമാരിൽ ചിലരും പിന്നീട് ചില നാടുകൾ കീഴടക്കിയപ്പോൾ ഈ നിസ്കാരം ആ നാട്ടിൽ വെച്ച് നിർവഹിച്ചിട്ടുണ്ട്. മക്കയിൽ അവിടെ കീഴടക്കിയതിനു ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഅബ ശുദ്ധീകരിച്ചതും മറ്റുമായ ചില സംഭവങ്ങൾ കൂടിയുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്കത് വരുന്ന ദർസിൽ വിശദീകരിക്കാം. والله تعالى أعلم وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وآله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.